എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇലക്ഷന് മുന്നോടിയായിട്ട് 2 മാസത്തെ പെൻഷൻ വിതരണം എന്ന് പറഞ്ഞതിൽ ആദ്യ ഗഡുവിന്റെ വിതരണം മാർച്ച് മാസത്തെ പെൻഷൻ വിതരണ നടപടികളാണ് ഇപ്പോൾ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ പല ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിയിട്ട് ഉണ്ടാകും. തുക എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. വെറും 2000 മാത്രമാണ് ഇന്ന് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷ, അതായത് 25-ാം തീയതി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സാമൂഹ്യ സുരക്ഷ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. 2000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറി തുടങ്ങി. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 1700, 1800, 1500 എന്നിങ്ങനെയാണ് ലഭിക്കുന്നത്. ബാക്കി തുക ഒരാഴ്ച കഴിഞ്ഞ് അവരുടെ അക്കൗണ്ടുകളിലേക്ക്, ഒരാഴ്ചക്കുള്ളിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. 2 മാസത്തെ പെൻഷൻ 4000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ബാക്കി 2000 എന്ന് എപ്പോൾ കിട്ടും എന്നുള്ളത് പല ആളുകളുടെയും ചോദ്യമായിരിക്കും. അതിനുള്ള ഉത്തരം കൂടി വന്നിട്ടുണ്ട്. നാളെ തന്നെ ഇതേ സമയത്ത് ഇപ്പോൾ ലഭിച്ചതുപോലെ നാളെയും പെൻഷൻ ലഭിക്കും. നാളെയും 2000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ചില ആളുകൾക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി 2ാമത്തെ ഗഡുവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നാളെ ഏപ്രിൽ മാസത്തെ പെൻഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ 4000 ഇന്നത്തെ പെൻഷനും നാളത്തെ പെൻഷനും ചേർത്ത് 4000 രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അറിയിപ്പ്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് നാളത്തേതിലും ആ ഒരു കുറവുണ്ടാകും. അങ്ങനെ 2 മാസത്തേതാകുമ്പോൾ 600, 400, 1000 രൂപയുടെ കുറവാണ് ഉണ്ടാവുക. അത് പിന്നീട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തേതിന്റെ വിതരണം നേരത്തെ ആരംഭിച്ചിരുന്നു. 1600-ന്റെ 5 ഗഡുക്കളായിട്ടാണ് കയറുന്നത്. അത് കിട്ടിയിട്ടുള്ള ആളുകൾ, ഒന്നിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മറ്റൊന്ന് കയ്യിൽ പെൻഷൻ വിതരണമാണ്. കയ്യിൽ പെൻഷൻ വിതരണം ഇന്നോ നാളെയോ ആയിട്ട്, അതായത് ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് ട്രഷറിയിൽ നിന്നും പണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് കൈമാറി കിട്ടിയാൽ മാത്രമേ 1-ാം തീയതി മുതൽ വിതരണം നടക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ 4-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതി മുതലേ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ. അതിനാണ് കൂടുതൽ സാധ്യത. ഇലക്ഷൻ വോട്ടിന് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും 9-ാം തീയതിക്ക് മുമ്പ് എല്ലാ ആളുകൾക്കും കയ്യിലും പെൻഷൻ 4000 എത്തിച്ചേരുന്നതാണ്. അവർക്ക് 4000 ഒരുമിച്ചാണ് ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് 25-ാം തീയതി വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ പെൻഷൻ ഇത്രയും ദീർഘിപ്പിച്ചത്. അല്ലാതെ ഫണ്ട് ശരിയാവാനിട്ടല്ല. 3200 കോടി രൂപ കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ കടമെടുത്തിരുന്നു. അപ്പൊ ഫണ്ടുണ്ട്, എന്നിട്ടും അത് തടഞ്ഞു വെച്ചത് പെൻഷന് ഇലക്ഷന് തൊട്ട് മുമ്പ് കയ്യിൽ പെൻഷൻ വിതരണം അത് 25 ലക്ഷത്തോളം ആളുകൾക്കാണ്. സംസ്ഥാനത്തെ വോട്ടർമാരുടെ 8% അത് വരും. അവർക്ക് 4000 രൂപ ഒരുമിച്ച് ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു പെൻഷൻ 5-ാം തീയതി കയ്യിൽ പ്രതീക്ഷിച്ചാൽ മതി. അതിനു മുമ്പ് കിട്ടാൻ സാധ്യതയില്ല. ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ ട്രഷറി പ്രവർത്തിക്കുന്നതല്ല. മാത്രമല്ല പെസഹ, വ്യാഴം, ദുഃഖവെള്ളി അവധികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മാത്രമേ ഈ ഒരു കയ്യിൽ പെൻഷൻ വിതരണം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ്. എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.